വചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 60-ാം സങ്കീർത്തനം 12-ാം തിരുവചനം. ദൈവത്തോടൊത്ത് ധീരമായി ഞങ്ങൾ പൊരുതും. സങ്കീർത്തകനായ ദാവീദിന്റെ ഉറച്ച തീരുമാനമായിരുന്നത്. ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. നമുക്ക് വേണ്ടി പൊരുതുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. എന്തുമാത്രം ആശ്വാസം തരുന്ന വചനമാണിത്. പലതരത്തിലുള്ള പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഞെരുക്കങ്ങളിലും സമ്മർദ്ദങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ഭാരപ്പെടുന്നവരാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ തകർച്ചകളിൽ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധത്തിലുള്ള പോരാട്ടങ്ങളിൽ നമുക്ക് വേണ്ടി പൊരുതുന്നൊരു ദൈവം. ഇത് വളരെ പ്രത്യാശയാർന്ന ഒരു വാർത്തയാണ്. ഈ കർത്താവിന്റെ കരം പിടിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. മഹത്വത്തിൻ സാന്നിധ്യമായി നമ്മുടെ മധ്യ ഉലാത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു കുടുംബമായി നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. അസാധ്യതകളെ സാധ്യമാക്കുന്ന കർത്താവ്, തകർച്ചകളെ ഉയർച്ചകളാക്കുന്ന കർത്താവ്, പ്രതികൂലങ്ങളെ അനുകൂലമാക്കുന്ന കർത്താവ് നമ്മുടെ മധ്യയുണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് വലിയ ആനന്ദത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. എത്ര പേര് വിശ്വസിക്കുന്നു? ഉറപ്പോടെ പാടി പ്രാർത്ഥിച്ച് ബുദ്ധിക്കതീതമം അത്യത്ഭുതങ്ങൾ എന്റെ ദൈവം എന്നെ നടത്തുന്നു. കർത്താവെ, നടത്തിയ വഴികൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവിൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. കാരണം എന്താ? നമ്മൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കരങ്ങൾ ഉയർത്തിയടിച്ച് സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ,
കരങ്ങൾ ഉയർത്തണമേ, അനേകരെ സൗഖ്യമാക്കണമേ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്റെ യേശുവൻ കൂടെയുള്ളതാ. കരങ്ങൾ താഴ്ത്തിയടിച്ച്, ഇരുവശം കൊണ്ട് കരങ്ങൾ അടിച്ച്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടി ആരാധിച്ചോ. അത്ഭുതങ്ങളുടെ സമയം, അഭിഷേകത്തിന്റെ കൃപകൾ നിറഞ്ഞൊഴുകുന്ന സമയം. എല്ലാം മറന്ന് യേശുനാമം വിളിച്ചു പാടുന്നു. സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ, എൻ യേശുവൻ കൂടെയുള്ളതാ. പരസ്പരം പരസ്പരം ഒന്ന് പറഞ്ഞു പാടിക്കേ. എൻ യേശുവൻ കൂടെയുള്ളതാ, എൻ യേശുവൻ കൂടെയുള്ളതാ, എൻ യേശുവൻ കൂടെയുള്ളതാ. ഇരകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവിന് നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, കരമുയർത്തി അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. നിരാശിതരും ദുഃഖിതരും പലവിധ പ്രതിസന്ധികൾ മൂലം നഷ്ടം തിരിയുന്ന പതിനായിരങ്ങളുടെ കണ്ണീര് കണ്ട് അവരെ അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതത്തിന്റെ ആത്മാവായി, സൗഖ്യത്തിന്റെ ആത്മാവായി, വിടുതലിന്റെ ആത്മാവായി, കൃപയുടെ ആത്മാവായി, വചനത്തിന്റെ ആത്മാവായി ജനലക്ഷങ്ങളിൽ കത്തി പടരണമേ. സ്പിരിറ്റ് മൂവ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൊന്നു കർത്താവേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ കണ്ണീര് കണ്ട് ഇവിടെ ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളോട് ഉലാത്തണമേ. കർത്താവെ, ഞങ്ങൾക്ക് വിജയം നൽകണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പൊരുതണമേ. എല്ലാ സാത്താന്യ പോരുകളിൽ നിന്നും, പൈശാചികമായ ആധിപത്യങ്ങളിൽ നിന്നും കർത്താവേ, നിന്റെ അത്ഭുതകരമായ കരം ഞങ്ങളെ താങ്ങി നിർത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പൊന്നു അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പർവ്വതങ്ങളെ സമതലമാക്കുന്ന കർത്താവ്, പർവ്വതങ്ങളെ സമതലമാക്കുന്ന കർത്താവ്. ഇന്ന് നമ്മുടെ എല്ലാം മുൻപിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളാകുന്ന പർവ്വതങ്ങൾ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ അനേകരെ ഈ പർവ്വതങ്ങളെ കണ്ട് ഭയപ്പെടുകയാണ്. നമ്മുടെ ഹൃദയത്തിലുള്ള നിരവധിയായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്നത്. പ്രവാചകനായ സക്രിയായുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. മഹാപർവ്വതമേ, നീ എന്താണ്? സുറുബാബേലിന്റെ മുൻപിൽ നീ സമതലമാകും. അവസാനത്തെ കല്ല് വെച്ച് കഴിയുമ്പോൾ ജനം എത്ര മനോഹരമെന്ന് ആർപ്പുവിളിക്കും. ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? മഹാപർവ്വതമേ, നീ എന്താണ്? ഒരു ചോദ്യം കർത്താവ് ചോദിക്കുക. നീ എന്താണ്? നമ്മുടെ മുൻപിലുള്ള പല വിധത്തിലുള്ള പർവ്വതങ്ങളെ നോക്കി ഈ ചോദ്യം ഇന്ന് കർത്താവ് ആവർത്തിക്കുകയാണ്. വിട്ടുമാറാത്ത രോഗത്തിന്റെ പർവ്വതമേ, നീ എന്താണ്? കഠിനമായ സാമ്പത്തിക തകർച്ചയുടെ പർവ്വതമേ, നീ എന്താണ്? വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വേദനിക്കുന്ന ആ വേദനയാകുന്ന പർവ്വതമേ, നീ എന്താണ്? വിവിധങ്ങളായ തകർച്ചകളാകുന്ന മഹാപർവ്വതമേ, നീ എന്താണ്? നീ സമതലമാകും, നീ സമതലമാകും. ഇതൊരു പ്രവചന ദൂതാണ്, പ്രൊഫറ്റിക് മെസ്സേജ് ആണ്. പല വിധത്തിലുള്ള
ഈ പർവ്വതങ്ങളെ കണ്ട് ഭയപ്പെടുന്ന നമ്മെ നോക്കി കർത്താവ് പറയാ, ഇതെല്ലാം സമതലമാകും. ഞാൻ ആത്മാവിൽ പറയട്ടെ, പർവ്വതങ്ങളെ സമതലമാക്കുന്ന അഭിഷേകം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. നമ്മൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? ഇത് നമുക്ക് ഒരുപാട് ആനന്ദം തരുന്ന തിരുവാക്യമാണിത്. എന്തുമാത്രം വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഈ പ്രതിസന്ധികളെ വെട്ടിമുറിക്കുന്ന അഭിഷേകം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. നമ്മൾ ആരും നിരാശിതരാകരുത്. ഈ മെസ്സേജിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ഇപ്രകാരം എൻ്റെ ഹൃദയത്തോട് പറഞ്ഞു, ഒരുപാട് ജീവിതങ്ങൾ ഇത്തരത്തിലുള്ള തകർച്ചകളെ ഓർത്ത് വേദനിക്കുന്നുണ്ട്. എന്തു ചെയ്യണമെന്ന് അറിയാതെ ജീവിതത്തിൽ നട്ടം തിരിയുന്ന ആയിരങ്ങളെ ഈ ശുശ്രൂഷയിലും കർത്താവിൻ്റെ കണ്ണുകള് കാണുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, ഇത് നിനക്കുള്ള സ്വർഗത്തിൻ്റെ ഉത്തരമാണ്. നീ അസ്വസ്ഥനാകരുത്, നീ പ്രയാസപ്പെടുന്നവളാകരുത്. എന്തുമാത്രം വലിയ പർവ്വതമാണെങ്കിലും അതിനെ സമതലമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാമത്തെ തിരുവാക്യം നമുക്ക് അനേകർക്ക് സുപരിചിതമായ വചനമാണിത്. ഞാൻ നിനക്ക് മുൻപേ പോയി മലകളെ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. 4 കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ കർത്താവിന്റെ അരൂപി നമ്മോട് സംസാരിക്കുന്നത്. ഒന്നാമതായി, ഞാൻ നിനക്ക് മുൻപേ പോകും. സർവശക്തനായ കർത്താവ് നമ്മോട് പറയുകയാ, മകനെ മകളെ, നീ അസ്വസ്ഥപ്പെടണ്ട. നിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ തകർച്ചകളിൽ, നിന്റെ പരാജയങ്ങളിൽ ഞാൻ നിനക്ക് മുൻപേ പോയി നിനക്ക് വിജയം നൽകുന്നവനാണ്. രണ്ടാമത്, മലകളെ നിരപ്പാക്കും. എന്തുമാത്രം ഉയർന്ന പ്രതിസന്ധി ആവട്ടെ, ആ പ്രതിസന്ധികളെ ഞാൻ നിരപ്പാക്കും. മൂന്നാമത് പറയുന്നു, പിച്ചള വാതിലുകൾ തകർക്കും. നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളുണ്ട്. പിശാച് അടച്ചു കളഞ്ഞ ചില വാതിലുകൾ, അനുഗ്രഹത്തിന്റെ വാതിലുകൾ, കൃപയുടെ വാതിലുകൾ, സൗഖ്യത്തിന്റെ വാതിലുകൾ, വിടുതലിന്റെയും വിജയത്തിന്റെയും വാതിലുകൾ. ഈ പിച്ചള വാതിലുകളെ തകർത്ത് നമുക്ക് വേണ്ടി അതിനെ തുറക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ജീവിതത്തിന് മുൻപിൽ അടഞ്ഞുപോയ വാതിലുകളെ ഓർത്ത് നമ്മൾ ആരും അസ്വസ്ഥരാകരുത്. സകല പിച്ചള വാതിലുകളെയും കർത്താവ് തകർക്കുകയാണ്. നാലാമത് പറയുന്നു, ഇരുമ്പോടാമ്പലുകൾ ഒട്ടിച്ചു കളയും. നമ്മൾ ആരും രക്ഷപ്പെടരുത്. ഈ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ പുറത്തു വരുതെന്ന് ആഗ്രഹിച്ച് സാത്താൻ ലോക്ക് ചെയ്ത് കളഞ്ഞ ചില ജീവിതങ്ങളുണ്ട്. ആ ഓടാമ്പലുകളെ കർത്താവ് ഒടിച്ചു കളയുകയാണ്. ഈ വചനവുമായി നിങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ ഇതിനുള്ള ബന്ധത്തിൽ 100 അനുഭവങ്ങൾ നമുക്കൊക്കെ സാക്ഷ്യപ്പെടുത്താനുണ്ട്. ഞാൻ ചില അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഷെക്കേന മിനിസ്ട്രീസിന് കർത്താവ് അത്ഭുതകരമായി ഒരു ഓഫീസ് നൽകുകയാണ്. അതിനാവശ്യമായ സ്ഥലം തരികയാണ്. ഇത് വലിയൊരു മഹാപർവ്വതമായിരുന്നു. ഈ സ്ഥലം എങ്ങനെ വാങ്ങിക്കും? അതിന് വേണ്ട പണം എവിടുന്ന് കിട്ടും? നമുക്കൊക്കെ ഇതിന് കഴിയുമോ? ഇങ്ങനെ 100 ചിന്തകള്, സംശയങ്ങള് ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഒരു ബോധ്യമുണ്ടായിരുന്നു, കർത്താവാണ് നമ്മുടെ പ്രതിഫലം. തക്ക സമയത്ത് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. അങ്ങനെ ആ ഓഫീസ് കെട്ടിടത്തിന് ആവശ്യമായ സ്ഥലം അത്ഭുതകരമായ കർത്താവ് ഒരുക്കി തന്നു. ഈ സ്ഥലം ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം പ്രത്യേകമായിട്ട് അറിയുന്നത്. അത് വളരെ പാറകളുള്ള, അടിപ്പാറയുള്ള ഒരു സ്ഥലമാണ്. ചുറ്റുപാടുമുള്ള പലരും പറഞ്ഞു, അതുകൊണ്ടാണ് ഈ സ്ഥലം പലരും വാങ്ങാതെ പോയത്. ഇവിടെ വെള്ളം കിട്ടാൻ വളരെ പ്രയാസമാണ്. ഒരു ദിവസം ഒരു സന്ധ്യാസമയത്ത് ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് അവകാശമായി തന്ന മണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ ആത്മാവിൽ പറയട്ടെ, നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി
പൊരുതുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മൾ ആരും അനാഥരായി പോകാൻ, തകർന്നു പോകാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കുകയില്ല. ഞങ്ങൾ ആ മണ്ണിൽ നിന്ന് ഷെക്കേന മിനിസ്ട്രീസ് ടീം മുഴുവൻ ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അത്ഭുതകരമായ ഒരു ദർശനം കർത്താവ് കാണിച്ചിരിക്കുകയാണ്. ഒരു തീപ്പൊരി, ഒരു ഫയർ, അതിങ്ങനെ പോയി 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 ആ സ്ഥലത്തിൻ്റെ ഏറ്റവും പിന്നാമ്പുറത്തുള്ളൊരു ഭാഗത്ത് ചെന്ന് വീഴുകയാണ്. ഈ സമയത്ത് കർത്താവിന്റെ ശബ്ദം കേട്ടു, നിങ്ങൾ അവിടെയാണ് കിണർ കുഴിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓടിച്ചെന്ന് അവിടെ ഒരു ചെറിയ കമ്പ് കൊണ്ടുവന്ന് അടിച്ച് ഒരു അടയാളമായി അത് നിർത്തുകയാണ്. നാളുകൾക്ക് ശേഷം കർത്താവ് കാണിച്ചു തന്ന ആ സ്ഥലത്ത് കിണർ കുത്താൻ ആരംഭിക്കുകയാണ്. പലരും ഞങ്ങളോട് പറഞ്ഞു, ഇത് പാഴാണ്, ഇവിടെ വെള്ളം കിട്ടത്തില്ല, നിങ്ങൾ മണ്ടത്തരമാണ് ചെയ്യുന്നത്. കർത്താവ് നൽകിയ ഉറപ്പിൽ വിശ്വസിച്ച് അവിടെ കിണർ കുഴിക്കുവാനായി തുടങ്ങി. കർത്താവിന് മഹത്വമുണ്ടാവട്ടെ. വെറും 4.5 കോലേ ആയുള്ളൂ. 4.5 കോലാകുമ്പോഴേക്കും ആ കിണറിന്റെ പ്രത്യേകത, അതിന് ചുറ്റും ഉറവയാണ്. 2-3 ഉറവകളല്ല, ചുറ്റുമുറവ. ആ കിണർ കുത്തിയ മനുഷ്യൻ ഒരു അക്രൈസ്തവനാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപാട് കിണറുകൾ കുഴിച്ചിട്ടുണ്ട്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു കിണർ ഞാൻ കുഴിച്ചിട്ടില്ല. ആ നാട്ടുകാരൊക്കെ വന്ന് കണ്ടു. അതിലൊരു ഉറവയുടെ പ്രത്യേകത, അരയുടെ മോട്ടോർ വെച്ച് അടിക്കുന്ന ഫോഴ്സിലാണ് വെള്ളം സുലഭമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ മുഴുവൻ ആ കിണറിന് പേരിട്ടു, ഇത് അത്ഭുത കിണറാണ്, ഇതൊരു സാധാരണ കിണറല്ല, ഇതൊരു അത്ഭുത കിണറാണ്. നമുക്കറിയാം, കഴിഞ്ഞ വേനല് മഹാ ചൂടായിരുന്നു, ഒരുപാട് വരൾച്ചയുടെ നാളുകളായിരുന്നത്. എന്നാൽ ആ വരൾച്ചയുടെ നാളുകളിൽ 3 കോല് സമൃദ്ധമായ വെള്ളം ആ വരൾച്ചയുടെ സമയത്തുണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും കർത്താവ് തന്ന ആ കിണറ്റിൽ 2-3 ആളുടെ താഴ്ചയിൽ സമൃദ്ധമായി വെള്ളം കിടക്കുകയാണ്. വെള്ളമില്ല എന്ന് പറഞ്ഞ് അനേകരും വിധി എഴുതിയ ആ സ്ഥലം, ഇതും ഒരു മഹാപർവ്വതമായിരുന്നു. എന്നാൽ ആ പർവ്വതത്തെ കർത്താവ് അത്ഭുതകരമായി സമതലമാക്കി തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വിജയം നേടിത്തരികയാണ്. ഈ വചനങ്ങളിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് ഈ സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വിവിധങ്ങളായ തകർച്ചകളെ ഓർത്ത് നിങ്ങൾ ആരും അസ്വസ്ഥരാകണ്ട. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:9 വചനം പറയുന്നുണ്ട്, ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? വർഷങ്ങളായി ഒരു കുഞ്ഞില്ലല്ലോ, ഒരു കുഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ജന്മം നൽകുന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? 2 വർഷങ്ങൾക്ക് മുൻപ് ഷെക്കേന മിനിസ്ട്രീസ് ദുബായിൽ മഹത്വത്തിൻ സാന്നിധ്യം ബൈബിൾ കൺവെൻഷനായി കടന്നു ചെല്ലുകയാണ്. ആ കൺവെൻഷന്റെ 4ാം ദിനത്തിൽ ഒരു കുടുംബത്തെ കാണുവാൻ ഇടവന്നു. 18 വർഷങ്ങൾ കഴിഞ്ഞു അവർ വിവാഹം കഴിഞ്ഞിട്ട്. അവർക്ക് മക്കളില്ലായിരുന്നു. അനേകം ഡോക്ടർമാർ അവർ കണ്ടു, പല മെഡിസിൻ കഴിച്ചു. ഡോക്ടേഴ്സ് പലരും പറഞ്ഞു, ഒരു കുഞ്ഞുണ്ടാവുക അത് ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് പ്രതിസന്ധികൾ കാണുന്നു, ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് അസാധ്യമാണ്. പക്ഷെ അവർ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് അവർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വചനമാണ് ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ചത്. ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? കർത്താവ് കൃത്യമായി അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തലമുറകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവരത് ഉറപ്പോടെ വിശ്വസിച്ചു. ആ വചനം ഏറ്റുപറഞ്ഞ് ക്ലെയിം ചെയ്ത് അവരെന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ആ സത്യം അറിഞ്ഞു. കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. ആ സഹോദരി ഗർഭിണിയായി. ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തപ്പോൾ 2 കുഞ്ഞുങ്ങൾ. ഈ 1.5 മാസങ്ങൾക്ക് മുൻപ് ആ സഹോദരി പ്രസവിച്ചു. മിടുക്കികളായ 2 പെൺകുഞ്ഞുങ്ങളെ അവർക്ക് ദൈവം പ്രദാനം ചെയ്തു.
വർഷങ്ങളായി അവർ അനുഭവിച്ച ആ മഹാപർവ്വതത്തെ കർത്താവ് സമതലമാക്കി ആ കുടുംബത്തിന് ആനന്ദം നൽകുകയാണ്. കർത്താവിന് പ്രവർത്തിക്കാൻ ഇതൊന്നും തടസ്സമല്ല. സാമ്പത്തികമായി തകർന്ന് നട്ടം തിരിയുന്ന അനേകര് നമ്മുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഒരുപാട് സാമ്പത്തികമായ പ്രതിസന്ധികൾ മൂലം അനേകര് വേദനിക്കുന്നുണ്ട്. ഈ പർവ്വതത്തെ സമതലമാക്കുന്നവനാണ് കർത്താവ്. ഞാൻ നിങ്ങളോട് ഇത് പങ്കുവെക്കുമ്പോൾ മറ്റൊരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഞങ്ങളോടൊപ്പം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന സഹോദരൻ ഡെയ്സൺ, അവനെക്കുറിച്ച് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ സുവിശേഷം കേട്ട് തൻ്റെ ജീവിതത്തെ, തൻ്റെ കുടുംബത്തെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ഡെയ്സൺ. എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് അവന് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ലക്ഷങ്ങളുടെ ബാധ്യതയിൽ അവൻ പെടുകയാണ്. ഇങ്ങനെ വലഞ്ഞിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ഉണ്ടായിരുന്ന ജോലിയും നഷ്ടപ്പെട്ടത്. ആകമാനം തകർക്കപ്പെട്ടൊരവസ്ഥ. എന്തു ചെയ്യണമെന്ന് അറിയാതെ അവൻ ഭാരപ്പെട്ടു. അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവാക്യം, സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവല്ലേ ഞാൻ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഇതെന്നെ ചോദ്യം. കർത്താവ് നമ്മോട് ചോദിക്കുക, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഡെയ്സൺ പറഞ്ഞു, ബ്രദർ, ഞാൻ ഈ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ സമയത്താണ് ഷെക്കേന മിനിസ്ട്രീസിന്റെ ഒരു താമസിച്ചുള്ള ധ്യാനം മുരിങ്ങൂർ ദിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ നടത്തുവാൻ കർത്താവ് കൃപ തരുന്നത്. ആ ധ്യാനത്തിൽ ഡെയ്സൺ വന്ന് പങ്കെടുത്തു. അവൻ ആ ദിനങ്ങളിലെല്ലാം ആനന്ദത്തോടെ വചനം സ്വീകരിച്ചു. അവൻ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, നാളുകളായി, വർഷങ്ങളായി അവൻ്റെ വീടും ഒരു സ്ഥലവും ഉണ്ടായിരുന്നു. അത് വിറ്റുപോകാൻ വേണ്ടി ഒരുപാട് അവൻ ആഗ്രഹിച്ചു. പക്ഷേ ഭയങ്കര തടസ്സങ്ങളായിരുന്നു. കർത്താവ് ഇറങ്ങി വന്ന് ആ പർവ്വതത്തെ വെട്ടിമുറിച്ച് ആ വീടും സ്ഥലവും നല്ലൊരു വിലയ്ക്ക് വിറ്റുപോകാൻ കർത്താവ് കൃപ കൊടുക്കുകയാണ്. അവൻ്റെ കയ്യിൽ ധാരാളം സമ്പത്ത് കർത്താവ് കൊടുത്തു. അവന് കടബാധ്യതകളൊക്കെ വീട്ടി ബാക്കിയുള്ള പൈസ കൊണ്ട് ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചു. ആ ബിസിനസ്സിനെ കർത്താവ് ഇറങ്ങി വന്ന് അനുഗ്രഹിച്ചു. ഇന്ന് ആ ബിസിനസ്സിന് അനുദിനം കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി തകർന്ന് വളരെ ദുരിതത്തിലായിരുന്ന അവൻ്റെ കുടുംബത്തെ കർത്താവ് അത്ഭുതകരമായി അനുഗ്രഹിച്ചുയർത്തുകയാണ്. ആ പർവ്വതത്തെ കർത്താവ് സമതലമാക്കുകയാണ്. വിട്ടുമാറാത്ത ചില രോഗപീഠകള്, ഇതും വലിയൊരു മഹാപർവ്വതമാണ്. ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ, എൻ്റെ ജീവിതം അവസാനിച്ചല്ലോ, ഇനി എൻ്റെ കുടുംബം എന്തായി തീരും എന്നൊക്കെ ഓർത്ത് ആകുലപ്പെടുന്ന അനേകരെ നമ്മുടെ ഇടയിലുണ്ട്. ഞങ്ങളൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ, സോണി എന്നവൻ്റെ പേര്. സോണിയുടെ പ്രത്യേകത, കർത്താവിനോട് വളരെ ഡെഡിക്കേറ്റഡ് ആയ ഒരു ചെറുപ്പക്കാരനാണ്. ഭാര്യയും 5 കുഞ്ഞുങ്ങളും സോണിക്കുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് അവനെ ഈ ത്രോട്ടിൽ ഭയങ്കരമായ വേദന, അസ്വസ്ഥയൊക്കെ വരാൻ തുടങ്ങി. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൈറോയ്ഡ് അത് വളരെ മൂർച്ഛിച്ചു. ടെസ്റ്റിൽ ഡോക്ടേഴ്സ് വിധി എഴുതി ക്യാൻസറാണ്. ക്യാൻസർ. സോണിയാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾക്ക് ഏക മകനാണ്. ആ കുടുംബം ഒരുപാട് ദുഃഖത്തിലായി. സോണിയും പെട്ടെന്നൊന്ന് വേദനിച്ചു. ഈ വിവരം ഞങ്ങൾ അരികിൽ വന്ന് അവൻ പറഞ്ഞു. ഒരുമിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതൊരു മഹാപർവ്വതമാണ്. ഇതുപോലെ പ്രയാസങ്ങളുമായി കഷ്ടപ്പെടുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. ഡോക്ടർമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ക്യാൻസറാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായി ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. ആ ക്യാൻസറിന്റെ രോഗാണുക്കളെ കർത്താവ് തന്നെ കരിച്ചു കളഞ്ഞു. സകല രോഗാണുക്കളെയും കർത്താവ് തന്നെ റേഡിയേഷൻ ഡയറക്റ്റ് ആയിട്ട് നടത്തി ആ രോഗാണുക്കളൊക്കെ കരിച്ച് കളഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും അടുത്തൊരു ടെസ്റ്റ് നടത്തുകയാണ്. ആ ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ അത്ഭുതമായി. ക്യാൻസറിന്റെ ഒരു അണുപോലും ഇല്ലാതെ അവൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഇന്ന്
പൂർണ്ണ ആരോഗ്യവാനായി വളരെ ആനന്ദത്തോടെ ഞങ്ങളോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി സോണിയും കുടുംബവും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. രോഗപീഠകളുടെ മഹാപർവ്വതങ്ങളെ സമതലമാക്കുന്ന അഭിഷേകം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. എൻ്റെ സഹോദര സഹോദരി, നീ കലങ്ങിപ്പോകരുത്. കർത്താവ് തരുന്ന ഈ ഉറപ്പുള്ള വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുക. ഞാൻ ഈ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് ഒരു നേരം പോക്കിന് വേണ്ടിയല്ല. നമ്മുടെ ജീവിതത്തിന് മുൻപിൽ പല വിധത്തിലുള്ള പർവ്വതങ്ങളൊക്കെ തല ഉയർത്തി നിൽപ്പുണ്ടായിരിക്കാം. ഈ പർവ്വതങ്ങളെ കണ്ട് നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട. ഇതിനെയെല്ലാം വെട്ടിമുറിച്ച് സമതലമാക്കുന്ന അഭിഷേകം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഇത് ഉറപ്പായി നീ വിശ്വസിച്ചാൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ഈശോ പ്രവർത്തിക്കും. നിനക്ക് വേണ്ട വിജയം കർത്താവ് തരും. നിനക്ക് വേണ്ട സൗഖ്യം കർത്താവ് പ്രദാനം ചെയ്യും. നിന്റെ കുടുംബത്തിന് വേണ്ട സകല നന്മകളും കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് പകർന്നു നൽകും. വിശുദ്ധ വചനം തരുന്ന ഉറപ്പിൽ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. എൻ്റെ സഹോദര സഹോദരി, ഇത് ഉറപ്പോടെ വിശ്വസിച്ച് നിരാശയും ഹൃദയത്തിന് സകല ആകുലതകളും വിട്ടുകളഞ്ഞ് ആനന്ദത്തോടെ കർത്താവ് നൽകുന്ന ഈ അഭിഷേകത്തിൽ നമുക്കൊക്കെ പങ്കാളികളാകാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും നമ്മെ കരുതുന്ന കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. എൻ്റെ ഈശോ സ്നേഹമായി എന്നിലേക്ക് എഴുന്നള്ളുമ്പോൾ എല്ലാം മറന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ കർത്താവ് പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. പർവ്വതങ്ങളെ സമതലമാക്കുന്ന കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ സകല നൊമ്പരങ്ങളെയും നമ്മെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളെയും നമ്മുടെ കുടുംബം നേരിടുന്ന എല്ലാവിധ തകർച്ചകളെയും ദുരിതങ്ങളെയും പരാജയങ്ങളെയും ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇത് അത്ഭുതത്തിന് സമയമാണ്. കർത്താവെ പ്രവർത്തിക്കണമേ, പ്രതിബന്ധങ്ങളെ തച്ചുടയ്ക്കണമേ, പ്രതികൂലങ്ങളെ പൊട്ടിക്കണമേ, അസാധ്യതകളെ സാധ്യതകളാക്കണമേ, മഹാപർവ്വതങ്ങളെ സമതലമാക്കണമേ. ഈശോയെ, പ്രതിബന്ധത്തിന് നുഖങ്ങളെ ഒടിച്ചു കളയണമേ. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വിഷയങ്ങളുടെ മേൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികളെ വെളിപ്പെടുത്തണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന യേശു നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ ആരാധന, യേശുവേ യേശുവേ പ്രവർത്തിക്കണമേ. സകല പ്രതിബന്ധങ്ങളെയും തച്ചുടയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ. സാമ്പത്തിക തകർച്ചയുടെ, മാറാ രോഗങ്ങളുടെ, മക്കളില്ലാത്ത അവസ്ഥകളുടെ, വിട്ടുമാറാത്ത പരാജയങ്ങളുടെ പർവ്വതങ്ങളെ കർത്താവേ സമതലമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈശോ അനേകർ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളിലേക്കും കർത്താവിന്റെ കൃപ കടന്നു വരുന്നു. വിശ്വാസത്തോടെ സ്വീകരിച്ചു പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് മാറയെ മധുരമാക്കുന്ന കർത്താവ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ,